പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സൗന്ദര്യത്തിലും അഴകിലും വീണുപോയ മനുഷ്യരെക്കുറിച്ചാണ്. പത്രോസിലേക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം തിരുവചനം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രഥമ സ്ഥാനം യേശുക്രിസ്തുവിനാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞുപോയ സന്ദേശത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. സൗന്ദര്യത്തിലും അഴകിലും വീണുപോയ മനുഷ്യർ, അകപ്പെട്ടുപോയ മനുഷ്യരെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് അപ്രകാരമുള്ള ഒരു ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ, അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളെ, അപ്പോസ്തല പ്രവർത്തനം 17-ാം അധ്യായം 30 നമ്മൾ വായിക്കുന്നത് പോലെ അറിവില്ലായ്മയുടെ കാലഘട്ടങ്ങളെ, അജ്ഞതയുടെ കാലഘട്ടങ്ങളെ കർത്താവ് കണക്കിലെടുക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ളവർ പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ഇപ്പോൾ ചില വിമർശനങ്ങളും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത മറ്റൊന്നാണ്. നമ്മളൊരു ഇച്ചിരി കടുപ്പിച്ചൊന്നുമല്ല പറയുന്നത്, എങ്കിൽ തന്നെ ബൈബിൾ വായനപ്രകാരം നമ്മൾ ഏതെങ്കിലും രീതിയിലൊരു കാപഢ്യമായ ആത്മീയതയാണ് പരിശീലിക്കുന്നതെങ്കിൽ, അങ്ങനെ പരിശീലിച്ച് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, അതുകൊണ്ടാണ് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും, വിജാതീയരായ ക്രിസ്ത്യാനികളുമുണ്ട്, വിശ്വാസികളായ ക്രിസ്ത്യാനികളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിയായ ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം, അതിനുവേണ്ടി അതാകാൻ വേണ്ടുന്ന വഴികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ കർത്താവിൻ്റെ 2ാമത്തെ ആഗമനവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായ ഒരു പരിശീലനം, അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ ഒരാഴം നമുക്ക്, പരിശുദ്ധിയുടെ ആഴം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും വിഗ്രഹം എന്ന് പറയുമ്പോൾ ചിലരെ ഉള്ളിൽ കിടക്കുന്ന രൂപങ്ങളാണ്. രൂപങ്ങൾ വിഗ്രഹം തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ള പല കാര്യങ്ങളായിരിക്കാം. എന്നാൽ നമ്മളെ ആത്മാവിനെ നശിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തു വച്ചിരിക്കുന്ന മേഖലകളിൽ കിടക്കുന്ന വിഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ വിഗ്രഹത്തിൻ്റെ ഈ രൂപങ്ങളാകുന്ന ജീവനില്ലാത്ത കല്ലിലും മണ്ണിലും ഒക്കെ ഉണ്ടാക്കി വെച്ച രൂപങ്ങൾ മാത്രമാണ് വിഗ്രഹങ്ങൾ ചിന്തിച്ച് പോകുന്നവരുണ്ട്. ചിലരൊക്കെ കമൻറ്റുകൾ അങ്ങനെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് അവരെന്ത് ആശയത്തിലായിക്കോട്ടെ, അതല്ല ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ആന്തരിക മനുഷ്യനെ പരിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഈ വിഗ്രഹാരാധന ഇതിലേക്ക് നയിക്കും, തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ അത് 1-ാം പ്രമാണ മേഖലയിൽ നമ്മൾ ഇതൊക്കെ ഇച്ചിരി കർശനമായിട്ട് ചിന്തിക്കുന്നതിൻ്റെ കാരണം, വളരെ പരിശുദ്ധിയോടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ കർത്താവിന് മാത്രം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യം വെച്ചും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതങ്ങനെയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ കുഴപ്പം? ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, പക്ഷേ എന്നാൽ എല്ലാം എനിക്ക് പ്രയോജനകരമല്ല. അപ്പോൾ എനിക്ക് അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. ജീവനും മരണവും നന്മയും തിന്മയും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ചില ബൈബിളിലെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഉടനെ തന്നെ ആ പറഞ്ഞ വ്യക്തിക്ക് പരിശുദ്ധാത്മാവുണ്ടോ, ആ വ്യക്തി ദൈവ ആലോചന പ്രകാരമാണോ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ട് വേറെ എവിടെയെങ്കിലും ഉപദേശം തേടാൻ പോകും. ഉപദേശം തേടാൻ പോകുന്നവർ ഇവർ ഉപദേശം തേടുന്ന ആ കാര്യത്തിൽ വീണ് കിടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അതിനെ ന്യായീകരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യായീകരണം കൂടിയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉപദേശം ഒന്നും തേടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവിൻ്റെ വചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഉപദേശം തേടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്, കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പിന്നൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ ദൈവം പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാതെ പിശാച് പറഞ്ഞ വാക്ക് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആദത്തെയും ഹവ്വയും പോലെ ആയിപ്പോവും. അപ്പോൾ ദൈവം പറഞ്ഞ വാക്കിനേക്കാൾ അവർ വിശ്വാസത്തിലെടുത്തത് അതാണ്. അപ്പോൾ നമ്മളും ചിലപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായി ലോകം തരുന്ന, വ്യക്തികൾ തരുന്ന വാക്കുകൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകത്തേ ഉള്ളൂ. കാരണം ദൈവത്തിന് എല്ലാ അനുഗ്രഹവും വേണം, പക്ഷേ ദൈവം പറഞ്ഞ പോലെ ജീവിക്കത്തില്ല. അങ്ങനെ രീതിയിലാണ് ലോകത്തിൽ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വചനപ്രകാരം നമ്മൾ ചിന്തിക്കുകയാണ്, എത്രമാത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒരു പരിശുദ്ധിയിൽ പോകണം. ഇത് എൻ്റെ ഒരു അഭിപ്രായമേ അല്ല, ഇത് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനും അതേ പരിശുദ്ധിയിലേക്ക് വന്നേ പറ്റൂ.
കേൾക്കുന്നവർ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. വെളിപാട് പുസ്തകം നമ്മൾ വായിക്കുന്ന പോലെ നീതിമാൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ, അശുദ്ധൻ ഇനിയും അശുദ്ധിയിൽ തന്നെ തുടർന്നു കൊള്ളട്ടെ, പക്ഷെ ഞാൻ ഓരോരുത്തർക്കും പ്രതിഫലം നൽകും. ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്ര ആഴത്തിലാണ് അവർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്ന് കാണാൻ പറ്റും. ഇനി ഈ പറഞ്ഞു വരുന്ന മേഖലകളിൽ 6-ാം പ്രമാണവുമായിട്ടൊരു ബന്ധം കിടപ്പുണ്ട്. എങ്കിൽ നമ്മൾ 6-ാം പ്രമാണ മേഖലകൾ എങ്ങനെയാണെങ്കിലും ഒരു 5-6 മാസം കഴിഞ്ഞേ അതിലേക്ക് വരുത്തുള്ളൂ. കാരണം 1-ാം പ്രമാണം തന്നെ തീർന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഈ വിഗ്രഹമായിട്ട് കിടക്കുന്നതാണ് അതിലേക്ക് നമ്മളെ ചായ്ക്കുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം, നാട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ അടുത്ത് അറിയാൻ പറ്റും. പലയിടത്തും മയക്കുമരുന്ന്, മദ്യപാനം, അത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി മറ്റ് ജഡികഭാവ പ്രവൃത്തികളിലേക്ക് പോകുന്നു, സാമ്പത്തിക ക്രമക്കേടുകളിലേക്ക് പോകുന്നു, പിന്നെ അത് കഴിഞ്ഞ് കൊലപാതകത്തിലേക്ക് പോകുന്നു. അങ്ങനെ കുരുങ്ങി കിടക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്താ ഇങ്ങനെ വരുന്നത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? ഇതിവിടുത്തെ ആരുടെയും കുഴപ്പമല്ല, ഭരിക്കുന്നവരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി, അങ്ങനെയുള്ള ഒരു കുഴപ്പവുമല്ല. സമൂഹത്തിൻ്റെ കുഴപ്പത്തേക്കാൾ ഉപരി വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് ദൈവം അതിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകി. അപ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ലാതെ വരുമ്പോൾ ആത്മീയത ഒരു ഷോ ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ പ്രശ്നത്തിൽ പെടുന്നത്. ഇതിനെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുമുണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് അവരോട് എനിക്ക് ദയവ് ചെയ്ത് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകളും വിമർശനം ഉണ്ടായിരിക്കാം. നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക, നിങ്ങളും ദൈവവും തമ്മിൽ തീർത്തുകൊള്ളുക. പക്ഷേ ദൈവവചനത്തിൽ നമുക്ക് മായം ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു മാത്രം. ഇനി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനകത്ത് ചില കാര്യം എഴുതി വെച്ചത്. അതുകൊണ്ട് സ്ത്രീകളാരും പിണങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കർത്താവ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളാണ് നമ്മൾ വായിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ പുരുഷനും സ്ത്രീയും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീയുടെ പേര് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെയാണ് എന്ന് ബൈബിളിൽ എഴുതി വയ്ക്കുമ്പോൾ അത് പുരുഷനെയും ബാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീയെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല, പുരുഷനെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിപൂർണ പരിശുദ്ധിയിലേക്ക് വരുവാൻ പൂർണ്ണമായിട്ടും നമുക്ക് സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഭൂമിയിൽ. എങ്കിലും അതിനെ അതിജീവിച്ചും കൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടാൻ തീരുമാനമെടുക്കണം. അപ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 9:8 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. അപ്പോൾ നമ്മൾ ഹെഡിങ് ഇതായിരുന്നു, സൗന്ദര്യത്തിലും അഴകിലും വീണുപോയ മനുഷ്യർ. പല രീതിയിലുള്ള പ്രകൃതിക്കൊരു സൗന്ദര്യമുണ്ട്. പുഷ്പങ്ങൾക്ക്, കിളികൾക്ക്, മൃഗങ്ങൾക്കെല്ലാം സൗന്ദര്യമുണ്ട്. പക്ഷേ ഇതൊരു വിഗ്രഹാരാധനയായി മാറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അഴകുള്ളതിനെ പ്രത്യേകം പരിഗണന കൊടുത്ത് തങ്ങളുടെ കൂടെ വസിപ്പിക്കുന്നൊരവസ്ഥ. അത് ഞാൻ ഒരു പക്ഷിയെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ വളർത്തുന്ന ഒരു വ്യക്തിയല്ല. കാരണം അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ വേണ്ടി ദൈവം നൽകിയതാണ്. അല്ലാതെ അത് കൂട്ടിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് പ്രപഞ്ചത്തിൽ പറന്നു കിടക്കേണ്ടതാണ് പക്ഷികൾ. അതിൻ്റേതായ ആവാസ മേഖലകളുണ്ട്. ഏതൊരു ജീവിയും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ വളർത്തുവാനായിട്ട് നമുക്ക് ആദായത്തിന് വേണ്ടി എടുക്കുന്ന, ഇപ്പോൾ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷേ അതും പ്രകൃതിയാൽ തന്നെ പല രീതിയിലും ദൈവം ക്രമീകരിച്ച പലതുണ്ട്. അതിൻ്റെ സിസ്റ്റം മാറുമ്പോൾ അത് അപകടമാകും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യൻ പലതും ആദായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു സ്വാതന്ത്ര്യത്തിൻ്റെ മേഖലയുണ്ട്. അതുകൂടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എന്തു പറ്റും? എല്ലാം അടിമത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെ വളർത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം, വളർത്തുക. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ദൈവം ആ ഒരു ജീവിയിലൂടെ നമുക്ക് തരുന്ന ചില ആദായങ്ങളുണ്ട്. അതിനുവേണ്ടി അതിനെ വളർത്താം. പക്ഷേ അതിനേക്കാൾ ഉപരി ഏതെങ്കിലും ഒരു സൗന്ദര്യത്തിൽ ആകൃഷ്ടമായി അതിനെ നമ്മൾ വായിച്ചു വരുമ്പോൾ കാണാൻ പറ്റും. മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, പിന്നെ നമുക്ക് പ്രമാണത്തിനും മറ്റു പ്രമാണ മേഖല വരുമ്പം കാണാൻ പറ്റും. ഇവിടെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 8-ാം ദിനത്തെ തുടക്കം ഇങ്ങനെയാണ്, രൂപവതിയിൽ കണ്ണു പതിയരുത്. അപ്പോൾ രൂപവതിയിലും അല്ലെങ്കിൽ രൂപം ഉള്ള ഒരു പുരുഷനിലും സ്ത്രീയിലും കണ്ണു പതിയരുത്. നോക്കാം, പക്ഷെ പതിഞ്ഞു പോകരുത്. കണ്ണ് കൊണ്ട് നോക്കാം. ഒരാളെ കണ്ടു, അഴകുണ്ട്, സൗന്ദര്യമുണ്ട്, ദൈവമേ അങ്ങേക്ക് നന്ദി, എനിക്കും നൽകിയതിന് നന്ദി, അവർക്കും കൊടുത്തതിന് നന്ദി. പക്ഷെ അതിനകത്ത് കണ്ണു പതിയുമ്പോൾ, അതിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ, അത് ആസ്വദിക്കുമ്പോൾ
പാപമാണ്. മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. അതേ സൗന്ദര്യം എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ, അതേ അഴക് എനിക്ക് കിട്ടിയിരുന്നെങ്കിലോ, ഇതേ അഴക് പോലെ അല്ലല്ലോ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ എന്തു ചെയ്യരുത്? അഭിലഷിക്കരുത്. അങ്ങനെ വന്നാൽ എന്തു പറ്റും? ആ വ്യക്തി ഹൃദയത്തിൽ അവരെ താലോലിക്കാൻ തുടങ്ങും. അത് പിന്നെ പല പാപങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. പുരുഷ സൗന്ദര്യമുണ്ട്. ഞാൻ വചനം പറയുകയാണ്, സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. കണ്ടോ? അത് ആസക്തിയായിട്ട് മാറുന്നു. വികാരം നമുക്ക് വേണം, പക്ഷേ അത് അഗ്നി പോലെ ആളിക്കത്തുമ്പോൾ അത് ആസക്തിയായിട്ട് മാറുന്നു. അതുകൊണ്ടാണ് സ്ത്രീ സൗന്ദര്യം. ഇപ്പോൾ സ്ത്രീ സൗന്ദര്യം വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം പുരുഷനും സ്ത്രീയും ആണെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് ഇനിയും കുറേ വചനങ്ങളുണ്ട്. അതിനകത്ത് ഒരു വാക്കൊന്ന് വായിക്കാം. സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ചില മേഖലകളുണ്ട് ആകർഷിക്കപ്പെടാൻ വേണ്ടി. ജെറമ്യാ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിന് 30. അല്ലയോ നിർഭാഗ്യവതി, നീ എന്തിന് രക്താംബരം ധരിക്കുന്നു? നീ എന്തിന് രത്നാഭരണം അണിയുന്നു? അപ്പം ഇതെല്ലാം അണിയുമ്പോഴും ധരിക്കുമ്പോഴും എന്തു പറ്റുന്നുണ്ട്? ഭാഗ്യമില്ലാത്തവളാണ്. അതിന് കാരണം പലതുണ്ട്. അപ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഹൃദയശുദ്ധി ഇല്ലാത്തവരോ നിർഭാഗ്യ അവസ്ഥയിലാണ്. അപ്പോൾ ഹൃദയശുദ്ധി ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ എന്തു ചെയ്യുന്നു? അത് നമ്മുടെ ബോഡിയെയും റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തു പറ്റും? നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോവും. രക്താംബരം ധരിക്കും, രത്നാഭരണം അണിയുന്നു. ഇനി എന്താണ്? എന്തിന്? കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു. ബൈബിളെ വാക്കാ. കടക്കണ്ണുകൾ. നിന്റെ കണ്ണ് വെച്ച് നീ വല്ല വിക്രിയകൾ കാണിക്കാൻ സാധ്യതയുണ്ട്. നീ കണ്ണിന് കൺമഷി എഴുതുന്നതിനകത്ത് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൺമഷി എഴുതാറുണ്ട്, വലിയവരൊക്കെ എഴുതാറുണ്ട്. ഇതിനകത്ത് വരുന്നത് എന്താണെന്നറിയാം? ഒരാൾ കൺമഷി എഴുതിയിട്ട് എൻ്റെ ഈ സൗന്ദര്യം കണ്ട് എന്നെ എല്ലാവരും നോക്കണം എന്ന ആഗ്രഹം വരുമ്പോഴാണത് തിന്മയായിട്ട് മാറുന്നത്. ഇപ്പോൾ കണ്ണിന് തണുപ്പുണ്ടാകാൻ വേണ്ടി ചില ചികിത്സാ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ അത് ചെയ്യാറുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ കടക്കണ്ണാണ്. കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു. നിൻ്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ്. നിൻ്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു. കണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ ഒരു കാര്യം പിടിയിട്ടും, വിവാഹിതരായ പലരും ഇന്ന് അവിഹിത ബന്ധങ്ങൾ തുടരുകയാണ്. ചെറുപ്പക്കാരുണ്ട്, എന്നാൽ വിവാഹം കഴിച്ച് മക്കളൊക്കെ ഉള്ളവർ രഹസ്യ ബന്ധങ്ങൾ തുടരുകയാണ് അവർക്ക് ഫോണിലൂടെ. നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനായിട്ട് അത് ഇൻ്റർനെറ്റ് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ടൊരു യൂട്യൂബിലൊരു കാര്യം കാണുകയാണെങ്കിൽ, ഫേസ്ബുക്കിലൊരു കാര്യം കാണുകയാണെങ്കിൽ, നിങ്ങൾ അതിനോട് താല്പര്യമുള്ള വ്യക്തിയാണെന്ന് അതിന് തന്നെ മനസ്സിലാകുകയും അതിനാവശ്യമുള്ളത് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിയാൽ, അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് ഇടുന്നത് ഭയങ്കര പരിപാടിയത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മുഴുവൻ, അവർ പോകുന്ന വഴിക്കെല്ലാം ഫോട്ടോ എടുക്കുക, എന്നിട്ട് സ്റ്റാറ്റസ് ഇടുക. പിന്നെ അവരവിടെ പോയെന്നുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കുന്നത്, തിരിഞ്ഞിരിക്കുന്നത്, മറിഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം പരിപാടിയാണെന്നറിയാം. അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടുപോയി മോർഫ് ചെയ്തിട്ട് തല വേറെ ഒരാളുടെയും ഉടൽ നിങ്ങളുടെ ആയിരിക്കും. ഏറ്റവും അവസാനം പിന്നെ അത് ബ്ലൂ ഫിലിമിൽ വന്നു, അവിടെ വന്നു, ഇവിടെ വന്നു, പോൺ വീഡിയോസിൽ വന്നു. ഇപ്പോൾ എന്തെല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പത്രങ്ങളൊക്കെ വായിക്കുന്നവരൊക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവരതിന് ന്യായീകരണമായിട്ട് നടക്കും. എൻ്റെ സ്വാതന്ത്ര്യമല്ലേ, എൻ്റെ മൊബൈലല്ലേ, ഞാനിടുന്നതിൽ നിങ്ങൾക്കെന്താ കുഴപ്പം? മുമ്പൊരു കുട്ടി എന്നോട് ഒന്ന് ചോദിച്ചതാണ്, ഞങ്ങൾ വസ്ത്രം ഇങ്ങനെ ധരിക്കുന്നതിൽ, ഞങ്ങളിങ്ങനെ നടക്കുന്നതിൽ, നിൽക്കുന്നതിൽ, ഇങ്ങനെ പെരുമാറുന്നതിൽ നിങ്ങൾക്ക് അസൂയ കൊണ്ടിട്ടല്ലേ? നിങ്ങൾക്കെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, എനിക്കല്ല കുഴപ്പം, ഞങ്ങൾക്കും അല്ല കുഴപ്പം, ധ്യാനിപ്പിക്കുന്നവർക്കും അല്ല കുഴപ്പം. പൗലോസ് അപ്പോസ്തലന് കുഴപ്പമുണ്ടത്, യേശു ക്രിസ്തുവിന് കുഴപ്പമുണ്ടത്, പിതാവിനും പരിശുദ്ധാത്മാവിനും ഒക്കെ കുഴപ്പമുണ്ട്. കാരണം അവരാണ് ഈ ജീവിതം തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവർ പറയുന്ന പോലെ ജീവിക്കണം. അവർ പറഞ്ഞതല്ലാതെ അതിലേക്കുള്ള ഒന്നും പറയാൻ ഞങ്ങൾക്കില്ല. അപ്പോൾ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, അത് കർത്താവിനുള്ളതാണ്. രോഗമുള്ളവരൊക്കെ ശ്രദ്ധിച്ചോ,
നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയമായ അവയവങ്ങൾ പ്രദർശന വസ്തുക്കളല്ല, മറ്റുള്ളവർ കണ്ട് ആസ്വദിക്കാനുള്ളതല്ല. നിങ്ങൾ ആയിരിക്കും ഈ ഏതെങ്കിലും വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് ഇടുമ്പോഴോ ഒക്കെ എന്താ തെറ്റെന്ന്. നിങ്ങളുടെ ശരീരം കണ്ട് നിങ്ങളുടെ അഴക് കണ്ട് ഏതെങ്കിലും വ്യക്തികൾ പാപം ചെയ്യും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ ജീവിക്കും? അങ്ങനെയാണ്. ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കുക അസാധ്യം. അത് ആര് മൂലം ഉണ്ടാകുന്നോ അവന് ദുരിതമെന്നാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. അവന് ദുരിതം. മാർക്കോസ് സുവിശേഷം 9:42. ദുഷ്പ്രേരണ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ്. കാരണം പല രീതി ഉണ്ടാകും. പക്ഷേ അത് ആര് മൂലം ഉണ്ടാകുന്നോ അവനാ ദുരിതം. ബൈബിളെ കണക്കനുസരിച്ച് നോക്കുന്നവനല്ല പ്രശ്നം. അത് പ്രശ്നമാണ്. എന്നാൽ നോക്കാൻ തക്ക വിധം, ആകർഷിക്കാൻ തക്ക വിധം ഒരു വ്യക്തി പെരുമാറുന്നവർക്കാണ് പ്രശ്നം, ബൈബിള് നിയമം അനുസരിച്ച്. യേശു ക്രിസ്തുവൊക്കെ ഈ കാലഘട്ടങ്ങൾ ഇവിടെ എങ്ങാനും കേരളത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്നേ കേസായിട്ട് ഇപ്പം ജയിലിൽ കിടക്കേണ്ടി വന്നേനെന്നറിയാമോ കർത്താവ്? പൗലോസപ്പോസ്തലനൊക്കെ നേരത്തെ ജയിലിൽ പോകേണ്ടി വന്നേനും. കാരണം നമ്മുടെ നിയമ സംഹിത പോലും അങ്ങനെയൊക്കെ പലതും ആക്കി വെക്കുന്നുണ്ട് പലയിടത്തും. പക്ഷെ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ബൈബിള് ജോബിൻ്റെ പുസ്തകം 31:1 ഒരു വാക്കുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്ന: ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും. 6-ാം പ്രമാണത്തിൽ ഇതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കാം. 7:11 ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം. ജോബിൻ്റെ പുസ്തകം 31:1 മുതൽ വായിച്ചോ. 7 മുതൽ വാക്യങ്ങൾ മറ്റു ചില കാര്യം എഴുതിയിട്ടുണ്ട്. ഞാൻ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ, ചില അങ്ങനെയാണല്ലോ, ഞാൻ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എല്ലാം കാണുന്നതും എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം, അതൊരു വിഗ്രഹമാണ്. അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ, ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ, എൻ്റെ വിള വേരോടെ നശിക്കട്ടെ. അവർക്ക് വരുന്ന ശിക്ഷയാണ്. ഇനി 9-ാം തിരുവചനം: എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരൻ്റെ വാതിക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ. കണ്ടോ, എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ. തിരിച്ചുകൂടെ ജോബ് ഒരു പുരുഷനായതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു സ്ത്രീ എന്ത് ചെയ്യണം? എൻ്റെ ഹൃദയം പുരുഷനാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വാതിക്കൽ പതിയിരുന്നിട്ടുണ്ടെങ്കിൽ, അവസരം കിട്ടുമ്പോൾ ഞാൻ വശീകൃതമായ ഈ സ്ത്രീയെയും പുരുഷനെയും എനിക്ക് എന്ത് ചെയ്യണം? ഒരു പാപാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ. എത്ര വ്യക്തമായിട്ടാണ് ബൈബിൾ എഴുതി വച്ചേക്കുന്നത്, കണ്ടോ? അപ്പോൾ എൻ്റെ ഹൃദയം സ്ത്രീയാൽ അല്ലെങ്കിൽ പുരുഷനാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ, ഇന്ന് അതല്ലേ നടക്കുന്നത്? റെയിൽവേ ട്രാക്കിൽ ഡെഡ് ബോഡി കിടക്കുന്നു, അല്ലെങ്കിൽ വിവാഹം കഴിച്ച 2 പേര്, പിന്നെ ഇപ്പം പുതിയ പുതിയ രീതികളൊക്കെ ആണല്ലോ, ഒരുമിച്ച് താമസം, ലിവിങ് ടുഗദർ. അതുപോലെ തന്നെ കുറേ പുതിയ പുതിയ വാക്കുകളാണ്. ഇംഗ്ലീഷിൽ കുറേ സ്റ്റാൻഡേർഡ് കുറേ വാക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് പാപമല്ലാതാകുന്നില്ലല്ലോ. ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞു, പിന്നെ എന്ത് ചെയ്യുന്നു? ഭർത്താവ് തനിക്കിഷ്ടമുള്ളൊരു പെണ്ണിൻ്റെ കൂടെ എവിടെയെങ്കിലും താമസിക്കുന്നു, ഭാര്യ തനിക്കിഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ എവിടെയെങ്കിലും താമസിക്കുന്നു. പിള്ളേരെ മൊത്തം അനാഥമാകുന്നു. അവരെ സ്നേഹിക്കാൻ, നോക്കാൻ, അവർക്ക് ആഹാരം പാചകം ചെയ്ത് കൊടുക്കാൻ, അമ്മയുടെ തലോടിയിൽ അപ്പൻ്റെ സ്വാന്തനം, ഇതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ലോകത്ത് ക്രൂരരായ മനുഷ്യരായിട്ട് അവർ വളർന്നു വരുന്നു. കൊലപാതകികളും ഗുണ്ടകളുമായിട്ട് അവർ വളർന്നു വരുന്നു. ഏറ്റവും അവസാനം കുറച്ച് കഴിയുമ്പോൾ സമ്മർദ്ദത്തിലാക്കി അപ്പനെയും അമ്മയും കൊല്ലുന്നവർ. എന്തിനാ കൊന്നതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൻ അപ്പൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങുന്നു, അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ജീവിച്ചു തുടങ്ങുന്നു. ചിലയിടത്തൊക്കെ തോന്നിയ കണക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മക്കളെ, എനിക്കറിയാവുന്നൊരു കാര്യമുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ഏതാണ്ടൊരു 10 കിലോമീറ്റർ ദൂരെയാണ് മകൾ പഠിക്കുന്ന സ്കൂള്. ആ സ്കൂളിലേക്ക് ഡെയിലി വീട്ടിൽ നിന്ന് പോകുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ സ്വാതന്ത്ര്യത്തിന് നടക്കേണ്ടത് കൊണ്ട് എന്തു ചെയ്യുന്നു? അപ്പൻ വിദേശത്താണ്.
അതുകൊണ്ട് അമ്മ കൊണ്ടുപോയി മോളെ ബോർഡിങ്ങിലാക്കിയിരിക്കുക. എന്നാലോചിച്ച് നോക്കി. എല്ലാ ദിവസവും വീട്ടിൽ വരുമ്പോൾ ആ കൊച്ചുമായിട്ടൊരു സ്നേഹത്തിൽ സംസാരിക്കാനും ഒരുമിച്ചിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നൊരവസരമല്ലേ? കൊച്ചിന് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ കൊച്ചിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നത് നല്ലത്. അത് പഠിക്കേണ്ടാത്ത പലതും പഠിച്ചു, അങ്ങനെ എളുപ്പത്തിലായി, കുഴപ്പത്തിലായി. ഇപ്പം കിടന്ന് നിലവിളിക്കുക, കർത്താവ് എനിക്കെന്തിനാ ഗതി വെച്ചു വരുത്തിയെന്ന്. കർത്താവല്ലല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്കിനും വള്ളി പുളി വ്യത്യാസം വരത്തില്ല. ഇവിടെ എഴുതി വച്ചിരിക്കുക, എൻ്റെ ഭാര്യ, ഇനി അങ്ങനെ സംഭവിച്ചാലോ, എൻ്റെ ഭാര്യ അന്യന് വേണ്ടി ധാന്യം പൊടിക്കട്ടെ, അന്യർ അവളുമായി ശയിക്കട്ടെ. കണ്ടോ, തിരിഞ്ഞടിച്ചു. എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും. ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. അവർ നേരെ നരകത്തിലേക്കാണ് പോവുക. വചനം എഴുതി വെച്ചേക്ക് ഞാനല്ല. എൻ്റെ സമ്പത്ത് അത് നിർമൂലമാക്കും എന്ന് വെച്ചാൽ കയ്യിലുള്ള കാശ് മുഴുവൻ ഇതുപോലെ അഴകും സൗന്ദര്യമൊക്കെ കണ്ട് ആരെ പുറകെ പോയോ അവർക്ക് വേണ്ടി ചിലവാക്കും. വീട്ടിൽ ചിലപ്പോൾ ചിലവാക്കാൻ കാശ് കാണത്തില്ല. മക്കൾക്ക് തുണി മേടിച്ചു കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ കുടുംബത്തിലെ കാര്യത്തിനോ കാശില്ല. പിന്നെയോ ആണിഞ്ഞൊരുങ്ങി നടക്കാൻ കാശുണ്ട്. ആരും എന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. ഭർത്താവ് വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഭാര്യ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തി ദൂർത്തടിച്ച് ജീവിച്ച സംഭവങ്ങളുണ്ട്. തിരിച്ചുകൊണ്ട് ഭാര്യ ഇസ്രയേലിൽ പോയി, ഒരു സഹോദരി പറഞ്ഞു, ഇസ്രയേലിൽ പോയി ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഭർത്താവ് ഇവിടെ കൂട്ടുകാർ കൂടി മദ്യപിക്കുക, ദൂർത്തടിച്ച് നടക്കുക, തിരിച്ചും മറിച്ച് നടക്കുന്നതാണ്. പോയതിൻ്റെ കടം തീർന്നിട്ടില്ല. അപ്പോൾ അവർ കണ്ണിന് പറയുന്ന ഇതാണ്, പോകാതിരുന്നാൽ മതിയായിരുന്നു, നാട്ടിൽ കിട്ടുന്ന ചില്ലറ കാശായിരുന്നെങ്കിലും നമുക്കിവിടെ സമാധാനം ജീവിക്കായിരുന്നു. എന്തുമാത്രം തകർച്ചയിലേക്ക് മനുഷ്യൻ പോകുന്നു. ഏറ്റവും അവസാനം പ്രശ്നങ്ങളായി മാറുന്നു. അധ്വാനത്തിന്, ഈ വെറുതെ കിട്ടുന്ന കാശിന്, വെറുതെ അല്ലെങ്കിൽ ചതിയിലും അല്ലെങ്കിൽ വെറുതെ കിട്ടുന്ന പണത്തിന് വലിയ വില പലരും കൽപ്പിക്കത്തില്ല. അത് ദൂർത്തടിക്കും. അധ്വാനിക്കുന്നവനാണ്, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോ അത് 1 രൂപയാണെങ്കിലും 1 പൈസയാണെങ്കിലും ചിലവാക്കാൻ ഒരു നോക്കിയും കണ്ടേ ചിലവാക്കത്തുള്ളൂ. അവിടെ ബൈബിളിൽ വാക്കുണ്ട്, അന്യൻ്റെ സമ്പത്ത് കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ തന്നെ ശവകുടത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. പ്രഭാഷകൻ 21:8. എത്ര വ്യക്തമായിട്ട് ബൈബിൾ ഇതെല്ലാം പറയുമ്പോഴും നമ്മളിത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരിച്ചു വരുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും രീതി കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ, സൗന്ദര്യത്തിലും അഴകിലും കുടുങ്ങിപ്പോയ മനുഷ്യരാണ് നമ്മളെങ്കിൽ, ലോകത്തിൻ്റെ പല മോഹങ്ങളും കുടുങ്ങിപ്പോയവരാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കാം, നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കാം. അങ്ങനെ ക്രിസ്തു അവിടെ രാജാവായി വരട്ടെ, ക്രിസ്തു നമ്മളെ നയിക്കട്ടെ, ക്രിസ്തുവിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. നമ്മുടെ ധ്യാനം ഈ മാസം 23 മുതൽ 28 വരെയാണ്. വളരെ വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അനുഗ്രഹത്തിലൂടെ കടന്നു പോവുകയും സകലവിധ രോഗങ്ങൾക്കും എന്താണ് നമ്മൾ ക്രിസ്തുവിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് പഠിക്കുകയും ചെയ്യുന്ന, സകല തകർച്ചകൾക്കും എങ്ങനെ നമുക്ക് ക്രിസ്തുവിലൂടെ പരിഹാരം കാണാൻ പറ്റും എന്ന് പഠിക്കുന്ന ഒരു ധ്യാനമാണ്. അതുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരും നേരത്തെ തന്നെ വിളിച്ചറിയിക്കുക, ബുക്ക് ചെയ്യുക, നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. അപ്പം അത് നിങ്ങൾ ഓർക്കുക, മറ്റുള്ളവർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കുക. നിരവധി പേർ ക്രിസ്തുവിനെ അറിയട്ടെ, ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജീവിതം നയിക്കാൻ ഒരുങ്ങട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായ ഉത്തരം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണെങ്കിൽ നൽകുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, പരസ്പരം മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവിതവും അഴകും സൗന്ദര്യം എല്ലാം അങ്ങയുടെ ദാനമാണ്. അങ്ങ് സൗന്ദര്യവാനാണ്, അഴകുള്ളവനാണ്, സർവസമ്പൂർണനാണ്. അങ്ങയുടെ ഛായയും സാദൃശ്യവും ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നുപോയ എല്ലാ പാപത്തിൻ്റെ മേഖലകളും
വിശുദ്ധീകരണത്തിൻ്റെ കുറവുകൾ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഒക്കെ കാണുന്ന ഏതെങ്കിലും മ്ലേച്ഛകരമായ കാര്യങ്ങൾ പോലും ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശുവെടുത്ത തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും ആത്മാവിനെയും ചിന്തകളെയും ഭാവനകളെയും വികാരങ്ങളെല്ലാം വിശുദ്ധീകരിക്കണമേ. കർത്താവെ, കുരിശിൽ അങ്ങ് ചിന്തിയ ഓരോ തുള്ളി ചോരയും ഞങ്ങളുടെ പാപങ്ങൾക്ക് മോചനമാകട്ടെ. പരിശുദ്ധാത്മാവെ, ശക്തമായ ബോധ്യത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധി ജീവിച്ചതുപോലെ അമ്മ പോലെ ഞങ്ങളും പരിശുദ്ധി ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ. മിഖാൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ കാവൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ കേട്ടതിന് നന്ദി. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിരവധി പേർ കർത്താവിൻ്റെ കൃപയാൽ വീണ് കിടക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് പരിശുദ്ധ ഒരു ജീവൻ നയിക്കുവാൻ വേണ്ടി എല്ലാവരെയും ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കതിനു വേണ്ടി നമ്മളെ തന്നെ ഒരു സാക്ഷ്യമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അനുദിനം സ്തുതി അഴുകിയ ചിന്തകൾ മാറ്റി മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. നിൻ